യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാൻ, ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദചിന്തകളാണ് നമ്മൾ ഇന്നും തുടരുവാൻ ആഗ്രഹിക്കുന്നത്. 4-15 ഒരിക്കൽ കൂടെ വായിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, നമ്മളോട് സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല എന്ന് പറഞ്ഞാൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ അവന് കഴിയുന്നവനാണ്. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പോലും യേശു തൻ്റെ അടുക്കൽ വരുന്ന ആളുകളോട് സഹതാപം കാണിച്ചതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സിൽ തോന്നി. അതുപോലെ തൻ്റെ മുമ്പിൽ വചനം കേൾക്കുവാൻ, തൻ്റെ ഉപമകൾ കേൾക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി കടന്നു വന്ന ഊണും ഉറക്കവും എല്ലാം നഷ്ടപ്പെടുത്തി, ഗ്രഹവിചാരങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞവനായ യേശുക്രിസ്തു അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ലാസറിൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ കടന്നു നിന്നിട്ട് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, താൻ ലാസറെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവനെ ഈ സഹോദരിമാർക്ക് മടക്കി കൊടുക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നിട്ടും യേശു അവരോട് ചേർന്ന് കരയുവാനിടയായി തീർന്നു. നമ്മളോട് കൂടെ സഹിക്കുന്നവൻ, നമ്മളോട് അനുകമ്പയുള്ളവൻ ആണ് കർത്താവ് യേശുക്രിസ്തു. നമ്മളുടെ ദുഃഖത്തിൽ നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ഭാരങ്ങളുടെ നടുവിൽ ഒരു സഹോദരനെ പോലെ, അതേ ഒരു സഹോദരിയെ പോലെ, ഒരമ്മയെ പോലെ, ഒരപ്പനെ പോലെ നമ്മോട് ചേർന്നിരുന്ന് നമ്മെ ആശ്വസിപ്പിപ്പാൻ കഴിവുള്ള തികഞ്ഞവനായ യേശു. യേശുവിനെ പിതാവായ ദൈവം സകലത്തിലും തികഞ്ഞവനാക്കി എന്നും നമുക്ക് എബ്രായ ലേഖനം 5-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പരീക്ഷകളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർവിട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പി. ഞാൻ ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നതായ 3 തരം പരീക്ഷകളിൽ ഒരു പ്രധാനപ്പെട്ട പരീക്ഷാ രീതിയാണ്. അതായത് സാത്താൻ നമ്മുടെ ജഡത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജഡാഭിലാഷത്തെ ദൈവത്തിനെതിരാക്കി മാറ്റുവാൻ നമ്മെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഏൽപ്പിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പാപം ചെയ്യുവാൻ പിശാച് പ്രേരിപ്പിക്കുന്ന പരീക്ഷയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന 1 കൊരിന്ത്യർ 7-ാം അധ്യായം 5-ാം വാക്യത്തിലെ പരീക്ഷ. ഇന്ന് അനേകരും കടന്നു പോകുന്ന പ്രലോഭനങ്ങൾ ഇതാണ്. ജഡത്തിൻ്റെതായ അഭിലാഷങ്ങൾ കാരണം മനുഷ്യൻ പാപം ചെയ്യുവാൻ ഒരുങ്ങുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കുന്നില്ല, കാരണം നിത്യജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നതായ ഒരു പ്രശ്നമാണിത്. നമ്മുടെ ശരീരം എപ്പോഴും ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി, ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. ഇതിനെ പലപ്പോഴും പിശാച് യൂസ് ചെയ്യും. നിനക്ക് ഇത് ചെയ്താൽ എന്താ, നിനക്ക് ഇന്ന കാര്യം പോയി ചെയ്താൽ എന്താ എന്നൊക്കെ പിശാച് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ പ്രലോഭിപ്പിക്കും. സാധാരണയായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ മനസ്സ് വലിയൊരു ബാറ്റിൽ ഫീൽഡാണ്, വലിയൊരു യുദ്ധ മേഖലയാണ്. അപ്പോൾ ഈ മനസ്സിൽ പിശാച് നമുക്ക് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ തരുമ്പോൾ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. പല ആളുകളും അവിടെ വീണു പോകുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. അതാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. ഭാര്യഭർത്താക്കന്മാരോടുള്ള ഉപദേശം പറയുമ്പോൾ പറയുന്ന കാര്യമാണ്. കാരണം വിവാഹം തന്നെ ദൈവം നമുക്ക് നൽകിയതിൻ്റെ കാരണം മനുഷ്യൻ അസാൻമാർഗികമായി നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം, വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അതിനർത്ഥം പാപം വല്ലാതെ പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവമക്കളോട് ദൈവവചനം അറിയാവുന്ന രക്ഷിക്കപ്പെട്ടവരായ കർത്താവ് യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നതായ കുടുംബങ്ങളോട്, ഭാര്യഭർത്താക്കന്മാരോട് പറയുന്നു, നിങ്ങളെ പിശാച് വശീകരിപ്പാൻ സാധ്യതയുണ്ട്. എങ്ങനെ? നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങളെ വശീകരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകാൻ
ഒരു സമയത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാം. പക്ഷേ അത് പരസ്പര സമ്മതത്തോടെ അല്ലാതെ വേർപെട്ടിരിക്കരുത്. നിങ്ങൾ തമ്മിൽ പരസ്പരം സമ്മതിച്ചു വേണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഫ്രീ ആക്കി വിടരുത്. സാത്താന് നമ്മളിൽ ആധിപത്യം ഇടുവാൻ അനുവദിച്ചു കൊടുക്കരുത്. അപ്പോൾ പിശാച് ഇന്ന് നമ്മളെ പരീക്ഷിക്കുന്ന ഒരു മേഖല നമ്മളുടെ ജഡത്തിലൂടെയാണ് എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നമുക്ക് ആദ്യം പരിശോധിക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരിടുന്ന പരീക്ഷകളിൽ കൂടുതൽ പരീക്ഷകളും കടന്നു വരുന്നത് പിശാചിനാൽ നമ്മുടെ ജഡത്തെ പരീക്ഷിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയിലേക്ക് അകപ്പെട്ടു പോകാറുണ്ട്. പലരും അവിടെ പരാജയപ്പെടാറുമുണ്ട്. രണ്ടാമത്തെ കാര്യം നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലാണ് കാണാൻ കഴിയുന്നത്. യാക്കോബ് 1:13 പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അതായത് സ്വന്തം മോഹങ്ങൾ, ധാരാളം മോഹങ്ങൾ ഉള്ളവനാണ് മനുഷ്യൻ. ഈ മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു. ആദ്യത്തെ പാപം, ഏദൻ തോട്ടത്തിലെ പാപം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറയുന്ന പോലെ പിശാച് വന്നിട്ട് ദൈവം വിലക്കിയതായ ആ പഴം അതിനെ നല്ലവണ്ണം അഡ്വർടൈസ് ചെയ്തു. ഇത് തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം കൂടെ ഒന്നിച്ചു വന്നപ്പോഴാണ് മനുഷ്യൻ പാപം ചെയ്തത്. അപ്പോൾ നോക്കണേ, നമ്മുടെ മോഹം നമ്മെ വശീകരിച്ച് നമ്മൾ പാപം ചെയ്യുന്നു. പക്ഷേ നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. കാരണം ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ദൈവത്തിൻ്റെതല്ല, അത് പിശാചിൽ നിന്ന് വരുന്നതായ പരീക്ഷകളാണ്. പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് ദൈവം എന്നെ പരീക്ഷിക്കുന്നു. പക്ഷേ അവിടെ ഞാനും നിങ്ങളും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ള പരീക്ഷയല്ല. ദൈവം തരുന്ന പരീക്ഷ അത് നമുക്കറിയാം, നമുക്കത് ഗ്രഹിച്ചറിയാൻ കഴിയും. അത് നമുക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ തീരുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്നതായ പരീക്ഷകൾ അത് ഒരിക്കലും ദോഷത്തിനല്ല എന്ന് നമ്മൾ അറിയണം. അവിടെയാണ് ഒരാൾക്ക് പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കാനും ഒക്കെ കഴിയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ തരുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ ആത്മീയരായിട്ട് മാറും. ദൈവത്തോട് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ നമ്മൾ ശ്രമിക്കും. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, സംസാരിക്കും, ദൈവത്തിൽ നിന്ന് ആലോചന നമ്മൾ സ്വീകരിക്കും. അതാണ് ദൈവം തരുന്ന പരീക്ഷയുടെ പ്രത്യേകത. ഒരു കാര്യം ഞാൻ പറയാം, അതൊരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യ ദർശനത്തിൽ തന്നെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അത് ദോഷത്തിനാണെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെ, നിങ്ങൾക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. മൂന്നാമത്തെ പരീക്ഷയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ വേദഭാഗം കൂടെ നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5:9 പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 10:9 അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചുപോതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ഇത് നമുക്ക് സ്വതവേ ഉണ്ടാകുന്ന പരീക്ഷയല്ല, മറിച്ച് നാം ദൈവത്തെ പരീക്ഷിക്കുന്ന പരീക്ഷ. സഫീറയും അനനിയാസിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചത്. പത്രോസ് സഫീറോട് പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ദൈവത്തെ പരീക്ഷിക്കുന്നവർക്കുള്ള വാണിംഗ് ആണ്. അപ്പോൾ ഈ 3 പരീക്ഷകളെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയുണ്ട്, നമ്മൾ മുമ്പ് ചിന്തിച്ചതാണ്. ഗോഡ് മേ ടെസ്റ്റ് us. ദൈവം നമ്മെ പരീക്ഷിക്കും. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചില്ലേ? പരീക്ഷിച്ചു. പക്ഷെ അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ദോഷമല്ലായിരുന്നു, മറിച്ച് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അവിടെ ഒരിക്കലും പിശാച് നമ്മളിലേക്ക് പ്രവേശിക്കുകയില്ല. ഈ പരീക്ഷയുടെ എല്ലാം അവസാനം നമ്മൾ കാണുന്നുണ്ട്, ദൈവം അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവം തന്ന പരീക്ഷയുടെ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഐശ്വര്യമായ അനുഗ്രഹമാണ്. അത് ദൈവം നമുക്ക് തരും. അതൊരിക്കലും അബ്രഹാമിന് ദോഷമായി തീർന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനെ ദൈവം അബ്രഹാമിന് വാർദ്ധക്യത്തിൽ, 2 പേരുടെ വാർദ്ധക്യത്തിൽ ദൈവം കൊടുക്കാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പരീക്ഷകളൊന്നും തന്നെ ദോഷത്തിനല്ല, മറിച്ച് എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. പക്ഷേ നാം ദൈവത്തെ പരീക്ഷിക്കരുത്. നമ്മുടെ ജഡാഭിലാഷ പ്രകാരമുള്ള പരീക്ഷയിലേക്ക് വീഴാതിരിപ്പാൻ
നമ്മൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ബാക്കി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷ അത് ദൈവം തരുന്നതാണെങ്കിൽ നമുക്ക് വ്യക്തമായി അറിയാം, ആ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൂടുതൽ അടുത്ത് വരുവാൻ ഇടയായിത്തീരും. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിവിധങ്ങളായ പരീക്ഷകളെക്കുറിച്ച് കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾ പരീക്ഷയിലൂടെ കടന്നു പോകുമെന്നുള്ള കാര്യവും ഞങ്ങൾ അറിയുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഉറപ്പ്, ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തു അവൻ പരീക്ഷയിലൂടെ കടന്നുപോയവനാണ്. പാപം ചെയ്തില്ല, പാപം ചെയ്യാനിടയായില്ല, അവൻ പാപിയല്ലായിരുന്നു എന്ന് മാത്രമല്ല, പരീക്ഷിക്കപ്പെടുന്ന ഞങ്ങളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായി എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് അന്നുള്ളതിനായി നന്ദി പറയുന്നു. കർത്താവ്, വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.